സോ ഹലോ ഗായ്സ്, നമ്മൾ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. നമ്മൾ ഇന്ന് കാര്യങ്ങൾ നമ്മൾ നെതറിൽ പോകാനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ നെതറിൽ പോവുകയും നെതർ പറ്റുമെങ്കിൽ മാത്രം നെതർ ഫോർട്രസും കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ പോകാൻ പോകുന്ന നെതറിലും കാര്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലം സേഫ് ആണെങ്കിൽ മാത്രമേ പോർട്ടൽ വഴി കയറുന്ന സ്ഥലം സേഫ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇറങ്ങി വേറെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ നോക്കുന്നതായിരിക്കും ഗൈസ്. നെതറിൽ കയറിയതിന് ശേഷം അത്യാവശ്യം നല്ല സേഫ് സ്ഥലമാണ് ഗൈസ്. എന്തായാലും നമ്മൾ ഫോർട്രസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും പോകുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ള പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. നമ്മൾ നേരെ പോയി പോർട്ടലും കാര്യങ്ങളും ഓണാക്കി അതുവഴി നമ്മൾ നെതറിൽ കയറാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നെതറിൽ കയറാൻ പോകുന്നത് ഗൈസ്. ഈ ലെറ്റ്സ് പ്ലേ സീരീസിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നെതറിൽ കയറാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് നെതറിലും കാര്യങ്ങളും കയറിയതിന് ശേഷം ഫോർട്രസും കാര്യങ്ങളും ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ഗൈസ്. ഫോർട്രസും കാര്യങ്ങളും പറ്റുമെങ്കിൽ സേഫ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കുകയുള്ളൂ. നമുക്ക് നേരെ നെതറിലോട്ട് കയറാനുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളവിടെ കുറച്ച് ക്രൈയിങ് ഒബ്സിഡിയനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ നേരത്തെ നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു നെതർ പോർട്ടൽ ഉണ്ടായിരുന്നു ഗൈസ്. പൊട്ടിപ്പൊളിഞ്ഞൊരു നെതർ പോർട്ടൽ ഇവിടെ സ്പോണായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് അതിൽ കുറച്ച് ക്രൈയിങ് ഒബ്സിഡിയനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതും കാര്യങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളതിൽ ഡയമണ്ടും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര താമസിച്ചാണ് പൊട്ടിച്ചത് ഗൈസ്. അപ്പോൾ അതും കാര്യങ്ങളും നമ്മൾ പൊട്ടിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒബ്സീഡിയനും കാര്യങ്ങളും നമ്മൾ വെച്ച് കൊടുക്കണം ഗൈസ് ഇവിടെ. അതുകൊണ്ട് ഒബ്സീഡിയനും കാര്യങ്ങളും ഇവിടെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഗൈസ് നമ്മളതിൽ ആകെ 3 ഒബ്സീഡിയനും കാര്യങ്ങളും ഇനി ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലാവ ഒബ്സീഡിയൻ ആക്കാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത് ഗൈസ്. അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, നൈറ്റ് ആവുന്നുണ്ട് ഗൈസ്. ഞാൻ ഒന്ന് നൈറ്റായിട്ട് പോയി ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. ഗൈസ് അതിന് മുമ്പ് നമുക്ക് കുറച്ചും കൂടി ബക്കറ്റ് വേണം ഗൈസ്. ബക്കറ്റ് കൊണ്ട് ലാവ കളക്ട് ചെയ്യാൻ പറ്റും. ലാവയും വെള്ളവും വെച്ച് വേണം നമുക്ക് കുറച്ച് ഇത് ചെയ്യാനുള്ളത് ഗൈസ്. നമുക്കൊരു 5 ബക്കറ്റും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. 5 ബക്കറ്റും കാര്യങ്ങളും ഉണ്ടാക്കി നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ലാവ കളക്ട് ചെയ്തതിന് ശേഷം ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാം. ഗൈസ് ഇങ്ങനെ നമ്മൾ ബ്ലോക്ക് വെച്ച് കൊടുക്കണം ഗൈസ്. നമ്മൾ 4 സൈഡും മറയണ രീതിയിൽ ബ്ലോക്ക് വെച്ച് കൊടുക്കണം ഗൈസ്. അടിയിലും ബ്ലോക്ക് വെച്ച് കൊടുക്കണം ഗൈസ്. നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ കണ്ടോ ഗൈസ്? ഞാൻ സംസാരിക്കുന്നില്ല, കാണിച്ചു തരാൻ മാത്രം ചെയ്യാം ഗൈസ്. ആദ്യം ഇങ്ങനെ നമ്മൾ 4 സൈഡ് ബ്ലോക്ക് വെച്ചതിന് ശേഷം അടിയിൽ ഗൈസ്, അടിയിൽ നമ്മൾ അടിയിലൊരു ബ്ലോക്ക് കൂടി വെച്ച് കൊടുക്കണം ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ കണ്ടോ ഗൈസ്? ഇങ്ങനെ അടിയിലൊരു ബ്ലോക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കണം ഗൈസ്. എന്നിട്ട് ഇവിടെ ഒരു ലാവ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഗൈസ്. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട് ഗൈസ്. വെള്ളം എടുക്കണം ഗൈസ്. വെള്ളം എടുത്താലേ ലാവ കൊണ്ടുവന്നിട്ട് ലാവ ഒഴിച്ചിട്ട് കാര്യമുള്ളൂ ഗൈസ്. ഞാൻ അവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോയി എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളം കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ബക്കറ്റ് ലാവ ഇവിടെ വെച്ചിട്ട് സൈഡിലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഗൈസ്. അപ്പോൾ അത് ഒബ്സീഡിയൻ ആവും ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ വെച്ച് നമ്മൾ ഫില്ല് ചെയ്യണം ഗൈസ്. ഗൈസ് ഞാൻ വ്യക്തമായിട്ട് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ അടിയിലോട്ടും മേളിലോട്ടും സൈഡിലോട്ടൊന്നും ലാവ പോകാത്ത രീതിയിൽ അടച്ച് മൂടണം ഗൈസ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബക്കറ്റ് ലാവ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഗൈസ് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടൊരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അപ്പോഴേ ആ വെള്ളം എടുക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്ത് വെച്ച് വന്നാൽ മതി ഗൈസ്. അപ്പം സെറ്റ് ആക്കിയോളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഗൈസ് ഒന്ന് റിപ്പീറ്റ് അടിച്ച് ഒന്ന് കണ്ടോ ഗൈസ്. എനിക്ക് വീണ്ടും കാണിച്ചു തരാനുള്ള ത്രാണിയില്ല. ഒരു തവണ മണ്ടത്തരം കാണിച്ച് ഒരു ബക്കറ്റ് ലാവ കളഞ്ഞു ഗൈസ് ഞാൻ. ഇപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്കൊന്ന് പോർട്ടലൊന്ന് ഇവിടെ 2 വെക്കാനുണ്ട് ഗൈസ്. അത് നമുക്ക് നമ്മളതിൽ ഉള്ളത് എടുത്ത് വയ്ക്കാം ഗൈസ്. 3 ഉണ്ട് ഗൈസ്. അത് നമുക്ക് എടുത്ത് വയ്ക്കാം.
എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് അത്യാവശ്യം വലിയൊരു പോർട്ടലാണ് ഗൈസ്. ഒരെണ്ണം കൂടി ഉണ്ട് ഗൈസ്. എന്തായാലും 4 കോർണറിലും ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഇവിടെ അങ്ങ് ഒരെണ്ണം അങ്ങ് വെക്കാം ഗൈസ്. അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടുത്തെ ഡെർട്ട് അങ്ങ് പൊട്ടിച്ചളയാം. എന്നിട്ട് ഗൈസ് നമ്മളപ്പം പോർട്ടൽ കണ്ടിട്ട് ഓണാവുമെന്നാണ് തോന്നുന്നത്. ഓണാവണം എന്നാണ് ആഗ്രഹം ഗൈസ്. നമുക്ക് എന്ത് പോയി ചെറുതായിട്ടൊന്ന് ഓണാക്കി നോക്കാം. പ്രിൻ്റഡ് സ്റ്റീൽ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഓണാക്കാം ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയണ ഗൈസ്, നമ്മളെ ഫുഡും കാര്യങ്ങളും ഒന്നുമില്ല ഗൈസ്. നമ്മൾ ഒരു ഫുഡും കാര്യങ്ങളും ഇല്ല. ആകെ ഉള്ളത് ഈ റോട്ടൻ ഫ്ലഷ് മാത്രമാണ് ഗൈസ്. പിന്നെ നമ്മളെ ചെസ്റ്റിലും കാര്യങ്ങളിലും ഇത്തുപ്പുരം മീറ്റും കാര്യങ്ങളും ഇരിപ്പുണ്ട്. പക്ഷേ അത് സാധാ മീറ്റും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. നമുക്ക് അതൊന്ന് അത്യാവശ്യമായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കണം. നമുക്ക് നെതറിൽ പോകുമ്പോൾ എന്തായാലും അത് ആവശ്യം വരും. ഇപ്പം നെതറിൽ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വേണം. അത് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം ഗൈസ്. അതിന് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കണം ഗൈസ്. ഇനി കത്തിക്കണമെങ്കിൽ അതിന് ഫ്ലിൻറ്റ് വേണം ഗൈസ്. ഫ്ലിൻറ്റ് ഇനി എവിടെ ഇരിക്കണം എന്തോ ഗൈസ്. ഗ്രാവലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഗ്രാവലൊന്നും ഇല്ലെന്നാണ് കണ്ടതിൽ തോന്നുന്നത് ഗൈസ്. നമുക്കെന്തായാലും ഒന്ന് വാട്ടർ ഉള്ളിടത്തൊക്കെ മിക്കവാറും ഇത് കാണാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. അതിന് മുമ്പ് നമ്മളെ റോ മീറ്റ് എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പോവാം ഗൈസ്. നമുക്ക് കുക്ക് ചെയ്യാൻ കാര്യങ്ങൾ വെച്ചിട്ട് പോവാം ഗൈസ്. അല്ല നമുക്ക് കുക്ക് ചെയ്തിട്ട് ഒരു ഇത്തുപുരം കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം ഗൈസ്. ഇപ്പം തന്നെ നമ്മളെ ഹങ്കർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആകെ 2 ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഒന്നുമില്ല ഗൈസ്. ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫാം തുടങ്ങേണ്ടിയിരിക്കുന്നു. കൗ ഫാമോ അല്ല പറ്റുമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് തുടങ്ങാം ഗൈസ്. അടുത്ത എപ്പിസോഡിലായിട്ടാണ് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് തുടങ്ങാം ഗൈസ്. ഇവിടെ ഫ്ലിൻറ്റ് ഇരിപ്പുണ്ട് ഗൈസ്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല ഗൈസ്. ഇവിടെ ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ 5 ഫ്ലിൻറ്റും കാര്യങ്ങളും ഇരിപ്പുണ്ട് ഗൈസ്. കണ്ണിലെന്തോ പറ്റിയെന്ന് തോന്നുന്നു ഗൈസ്. ചുമ്മാ ഒരു ജോക്ക് പറഞ്ഞാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നൈറ്റായി. നമുക്ക് എന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. എന്നിട്ട് ഗൈസ് നമുക്കൊരു ഫ്ലിൻറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ പോയി നെതർ നമുക്ക് കത്തിക്കാം. പോർട്ടൽ ഓണാക്കാം ഗൈസ്. സോറി ഗൈസ്, നെതർ കത്തിക്കാന്നല്ല ഗൈസ്, പോർട്ടൽ ഓണാക്കാം ഗൈസ്. നേരെ നെതർ കയറാൻ പറ്റത്തില്ല ഗൈസ്. അതിനു മുമ്പ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പതുക്കെ നെതർ കയറാനും കാര്യങ്ങളൊക്കെ പറ്റും. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലിൻറ്റ് നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം ഗൈസ്. ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് നമ്മളെ ഫുഡും കാര്യങ്ങളും കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ അതിലൊന്നും കോളൊന്നും വെച്ച് കൊടുത്തില്ല. നമുക്കത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പോയി പോർട്ടൽ ഓണാക്കിയിട്ട് തിരിച്ച് വരാം ഗൈസ്. ഇപ്പോൾ നമുക്ക് എന്തായാലും പോർട്ടലിലോട്ട് കയറാനുള്ള ഒരു സാഹചര്യത്തിലല്ല. നമുക്ക് ഫുഡും കാര്യങ്ങളും അത്ര സെറ്റല്ല ഗൈസ്. ക്രീപ്പർ ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് പോർട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് കത്തിക്കാം ഗൈസ്. പോർട്ടലും കാര്യങ്ങളും നമുക്ക് കത്തിച്ച് നോക്കാം. കത്തുമെന്നാണ് തോന്നുന്നത്. ഗൈസ് അങ്ങനെ പോർട്ടലും കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ഇപ്പം തന്നെ നമുക്ക് കയറാനും കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല ഗൈസ്. നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് പോയി ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോഴത്തേക്കും നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പക്കയായിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി നേരെ നെതറിലോട്ടും കാര്യങ്ങളും നമ്മൾ കയറാൻ പോവുകയാണ്. ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യേണ്ടി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ നെതറിലും കാര്യങ്ങളും ഇനി കയറാൻ പോവുകയാണ് ഗൈസ്. ഈ നെതറിൽ നമ്മൾ എവിടെ എത്തണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നെതറിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മളെവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അത്യാവശ്യം നമ്മൾ സേഫായിട്ടുള്ളൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഗൈസ്. ഇവിടെ കുറച്ച് ലാവയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ കോർഡിനേഷൻ എന്തായാലും നമുക്ക് സ്ക്രീൻഷോട്ട് വേണം. ആ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഈ സ്ഥലത്ത് കൂടുതൽ സ്പോണാവണ എൻഡർമാനാണ് ഗൈസ്. അവരെയാണ് നമ്മൾ കൂടുതലും പേടിക്കാനുള്ളത് ഗൈസ്. അവരെ മാത്രം ഈ സ്പോൺ ഏരിയ നമ്മൾ പേടിക്കാനുള്ളത് അവരെ മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ സ്പോൺ ഏരിയയിൽ വലുതായിട്ട് വേറെ വലിയ പാടുള്ള നമ്മളെ വലുതായിട്ട് ആക്രമിക്കുന്ന ആരും ഈ ബയോമിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കാനകൾ കളക്ട് ചെയ്യാനുണ്ട് ഗൈസ്. ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് പോകാം ഗൈസ്. ഇത് നമുക്ക് ആവശ്യം വരും ഗൈസ്. ഇതുകൊണ്ടാണ് ഗൈസ് ഈ വുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഗൈസ്. ഈ നീല വുഡും കാര്യങ്ങളും ഇതുകൊണ്ടാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. നമുക്കപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ഇവിടെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വല്ല ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടോ നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഗൈസ്. കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മളിവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഗൈസ്. ഇവിടെ അടുത്തായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. നമ്മൾ സ്പോൺ അയക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഐലൻഡ് കണക്കാണ് ഗൈസ്. ഒരു ഐലൻഡിലായിട്ടാണ് നമ്മൾ സ്പോൺ അയക്കുന്നത്.
ഗൈസ് ഇവിടെ വേറെ ഒന്നുമില്ല, ചുറ്റും ലാവയാണ് ഗൈസ്. അതാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. നമ്മൾ അങ്ങോട്ടും കാണാൻ പോകണമെങ്കിൽ ബ്രിഡ്ജ് ചെയ്ത് പോയാലേ എവിടെയെങ്കിലും നമുക്ക് എത്താൻ പറ്റുള്ളൂ ഗൈസ്. ഇവിടെ കൂടുതൽ നേരം നിൽക്കുന്നില്ല ഗൈസ്. നമ്മളിപ്പം ഒന്നും സെറ്റും കാര്യങ്ങളൊന്നും അല്ല ഗൈസ്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഗൈസ് നല്ലപോലെ പേടിയാവുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഓവർ വേൾഡിലും കാര്യങ്ങളും നമുക്ക് ചെല്ലാം ഗൈസ്. ഇവിടെ ഗൈസ് വലിയൊരു ഇതല്ല ഗൈസ്, ഇവിടെ ചെറിയൊരു ഐലൻഡ് കണക്കൊരു ഇതാണ് ഗൈസ് കാണുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓവർ വേൾഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ ഇവിടെ കുറേ നേരം നിൽക്കണത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഡയമണ്ട് ആർമറും സാധനങ്ങൾ സെറ്റായതിന് ശേഷം നമുക്ക് വരാം ഗൈസ്. ഇവിടെ കുറച്ച് ഗോൾഡും കാര്യങ്ങളും ഇരിപ്പുണ്ട്, നമുക്ക് അത് എടുത്തുകൊണ്ടങ്ങ് പോവാം ഗൈസ്. ഇവിടെ കുറേ നേരം നിന്നാൽ നമുക്ക് തന്നെ പണി കിട്ടും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എന്തായാലും നമുക്ക് ഓവർ വേൾഡിലോട്ട് നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഓവർ വേൾഡിൻ്റെ കാര്യം എത്തിയിട്ടുണ്ട് ഗൈസ്. നൈറ്റാണ് ഗൈസ് ഓവർ വേൾഡിൽ. നമുക്ക് നേരെ പോയി കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കഥ അടയ്ക്കാൻ മറന്നുപോയി ഗൈസ് കയറിയ സമയത്ത്. അപ്പോൾ ഒരു ക്രീപ്പർ വന്ന് പൊട്ടി ഗൈസ്. ഇവിടുത്തെ കുറച്ച് ചെസ്റ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ഗൈസ്. മൊത്തത്തിലൊരു തലവേദന ഗൈസ്. അപ്പോൾ ഇത് ഗൈസ് ഞാൻ പിന്നെ ശരിയാക്കിക്കോളാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ക്രീപ്പർ ഇല്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ഞാൻ ശരിയാക്കിക്കോളാം ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് അത്ര നല്ലതല്ലായിരുന്നു ഗൈസ്. തൃപ്തിയും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് എനിക്ക്. അതുകൊണ്ട് ഗൈസ് വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി ഗൈസ്. സ്കിന്നും കാര്യങ്ങളും മാറ്റി നമ്മൾ വേറൊരു സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ഞാൻ എന്തായാലും ഓഫ് ക്യാമറയിൽ ഇത് ശരിയാക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ റെക്കോർഡ് ചെയ്യാൻ എനിക്കൊരു മൂഡും ഇല്ല ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ ഒരുമാതിരി ബോറായിപ്പോയി ഗൈസ്. പിന്നെ ക്രീപ്പർ വന്ന് പൊട്ടിപ്പോയപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള മൂഡ് മൊത്തം പോയി ഗൈസ്. അതുകൊണ്ട് ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇനി ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ.